குட் மார்னிங். என்னோட பேர் வந்து கவின். ராம் சைஸ் கிராப் சயின்ஸ் ப்ரைவேட் லிமிடெட் கம்பெனியில் நான் மார்க்கெட்டிங் ஆஃபீஸராக ஒர்க் பண்ணிகிட்ருக்கேன். இப்போ வந்து நம்ம இருக்கிற வந்து தனிஷேரின்னு ஒரு இடம். சாரோட பேர் வந்து வைஷாக்கு. இவர் வந்து இப்போ லாஸ்ட் இயர் ஆகட்டும் 2 சீசன் ஆகட்டும், இப்போ 2 சீசன் டோட்டலாக இந்த 4 சீசனில் நம்ம வந்து ரெக்கமெண்ட் பண்ண மாதிரி விசோல், விசோ மேக்ஸ், விசோ விட்டு, ஆல்வின் 1+ எல்லாமே யூஸ் பண்ணிகிட்டு இருக்காரு. ஸோ அவரோட ஃபீட்பேக் என்ன, இப்போ நமக்கு ஹார்வெஸ்ட் முடிஞ்சு எல்லாம் எடுத்து வச்சுருக்காங்க. ஸோ இந்த இப்போ செகண்ட் சீசனில் எப்படி வந்து ஈல்டு கிடச்சிருக்கு என்னென்னு ஃபார்மேட்டை நம்ம கேட்கலாம். நான் பேர் വൈശാഖകുമാർ. ഓക്കെ. സ്ഥലം വന്നിട്ട് പെരുവമ്പ് കൃഷിഭവന്റെ അണ്ടറിൽ തണ്ണിശ്ശേരി എന്ന സ്ഥലത്താണ്. തണ്ണിശ്ശേരി. இப்போ வந்து விசோ மேக்ஸ், விசோல் ரெண்டும் வந்து இப்போ 2 வருஷமா 4 சீசன்ல யூஸ் பண்றீங்கன்னா இப்போ அதோட குணம் எப்படி இருக்குங்க? ഇപ്പൊ ഇത് ഞാനിപ്പോ 2 വർഷമായിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതില് ഈ ഫസ്റ്റ് വന്നിട്ട് വിസോൾ മാക്സ് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് യൂറിയ കമ്മി മറ്റേ കളനാശിനി ഇട്ട ശേഷം, കളനാശിന്റെ കൂടെ കലക്കില്ല, കളനാശിനി ഇട്ട ശേഷം പിന്നെ ഈ സാധനം രണ്ടാമത്തെ വളത്തിന് ഇത് മിക്സ് ചെയ്തിട്ട് വളത്തിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് എറിയും. ഓക്കെ. പിന്നെ നമ്മള് രണ്ടാമത്തെ പിന്നെ മരുന്നടിക്കുമ്പോൾ അതിന്റെ കൂടെ ഇതന്നെ വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. കീടനാശിനി, കുമിൾനാശിനി അടിക്കുമ്പോൾ അതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് 1/2 ലിറ്റർ വെച്ചിട്ട് ഏക്കറയ്ക്ക് 1/2 ലിറ്റർ വെച്ച് നമ്മൾ സ്പ്രേ ചെയ്തു. ഓക്കെ. അതിനുശേഷം പിന്നെ ഈ മൂന്നാമത്തേതിന് വന്നിട്ട് നമ്മൾ ഈ വിസോൾ പൊട്ടാഷ് ഇപ്രാവശ്യം വില കൂടിയത് കൊണ്ട് വളരെ കമ്മിയായിട്ടാണ് എടുത്തിട്ടില്ല, പൊട്ടാഷ് വാങ്ങിച്ചിട്ടില്ല. ഓക്കെ. പകരം ഈ സാധനം തന്നെയാണ് നമ്മൾ ഫുള്ള് സ്പ്രേ ചെയ്തത്. ஃபுல்லாவே நம்ம இப்ப MOPக்கு பதிலா அதை ரீப்ளேஸ் பண்ணியிருக்கோம். விசோல் பொட்டாஷ் வந்து நீங்க ஸ்ப்ரே பண்ணியிருக்கீங்க. என்ன டிஃபரன்ஸ் நீங்க பாக்குறீங்கன்னா, நீங்க இப்போ ஒரு 2 வருஷத்துக்கு முன்னாடி இப்போ நீங்க ஒரு 20 வருஷமா பண்றீங்க, விவசாயம் பண்ணிட்டு இருக்கீங்க, என்ன ஒரு அட்வான்டேஜா தெரியுது? അഡ്വാൻറ്റേജ് മീൻസ് ഇതിൽ വന്നിട്ട് നമ്മൾ എറിയണ സമയത്ത് എറിയണ ഭാഗങ്ങളിൽ മാത്രമേ വീഴുള്ളൂ. ഇത് സ്പ്രേ ആവുമ്പോൾ എല്ലാ ഇലയിലും എല്ലാവിടെയും തട്ടണോണ്ട് അതിന് വേണ്ടത് അതിന് വലിച്ചെടുത്തിട്ട് നല്ലൊരു ഇതായിട്ട് വരുന്നുണ്ട്, ഗ്രോത്ത് ആയിട്ട് വരുന്നുണ്ട്. எத்தனை ஏக்கர்ல இப்ப பண்றீங்க? இப்ப ഞാനൊരു 10-12 ஏக்கர்ல பண்றீங்க. இப்ப எவ்வளவு சாக்கு வளம் முன்னாடி எல்லாம் எடுக்கிறது இப்ப கொஞ்சம் கம்மியா இருக்கு இல்லைங்களா? அதுல என்ன அட்வான்டேஜ் பாக்குறீங்க? மெயின் வந்து இப்ப நம்ம அதுதானே பண்றோம். മെയിൻ നമുക്ക് കൂലി കമ്മിയുണ്ട്. അതായത് മരുന്നടിക്കണതിന്റെ കൂടെ സ്പ്രേ ചെയ്യണോണ്ട് ഈ വളം കലക്കല്, എറിയല്, ആ ചെലവുകളെല്ലാം ലാഭിക്കാം. പിന്നെ വന്നിട്ട് വളത്തിന്റെ വില കൂടി വരികയാണ്. അപ്പൊ അത് 1800-2000 രൂപയുടെ അടുത്ത ഏകദേശം എല്ലാ വളങ്ങളും എത്തി. 1600 മുതൽ എല്ലാ വളങ്ങളും അതിലെ ഒന്നും യൂറിയ മാത്രമാണ് വില കമ്മിയുള്ളത്. അതിൽ നമ്മൾ സബ്സിഡി അത് മാത്രമേ കമ്മിയുള്ളൂ. പിന്നെ അത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ പഞ്ച ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുമാതിരി തന്നെ മഴയത്തൊന്നും അത് പറ്റില്ല. ഇത് സ്പ്രേ ആകുമ്പോൾ ഇത് ഉപയോഗിക്കും, സ്പ്രേ ചെയ്ത് തന്നെ വീഴില്ല. ആ ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഈ കായ് ഈ പൊട്ടാഷ് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് കായിന് ചണ്ട് കുറവും പിന്നെ വന്നിട്ട് കായ് നല്ല പൊഷ്ടി ഉണ്ടാവും, நல்ல வெயிட்டும் கிட்டுது, கலர் எல்லாமே நல்ல கலராயிட்டு கிட்டுது. இப்ப உங்களுக்கு ஒரு கான்செப்ட் புரிஞ்சிருச்சு இல்லைங்களா? இது எதுக்காக யூஸ் பண்றோம், பொட்டாஷ் பதிலா விசோல். പിന്നെ നമ്മൾ വന്നിട്ട് ആൽവിൻ വണ്ടർ ആൽവിൻ 1+ நீங்க വളത്തില് ചെനപ്പ് സെക്കൻഡ് ടൈമില് അത് ഇട്ട് കൊടുക്കും. அதெல்லாம் இப்ப எத்தனை வருஷமா யூஸ் பண்றீங்கன்னா? ആൽവിൻ 3 വർഷമായിട്ട്. அது முன்னாடியே யூஸ் பண்ணிட்டு. അത് മുമ്പില് നേരത്തെ ആൽവിൻ വണ്ടർ പ്ലസ് ഫസ്റ്റ് அது எல்லாரும் யூஸ் பண்ணிட்டு അതിനുശേഷമാണ് ഈ പ്രോഡക്റ്റ് വന്നത്. പിന്നെ ഇത് തന്നെയാണ് നമ്മൾ. உங்களுக்கு ஒரு സാറ്റിസ്ഫൈ திருப்தியா இருக்கு இல்லைங்களா? കുഴപ്പമില്ല, ആവറേജ് നല്ല വളവുണ്ടല്ലേ. ഇപ്പൊ എவ்வளவு ஈல்டு கிடைச்சிருக்குங்க இந்த கிராப்புக்கு? ഒരു 2600-700 വരെ വന്നിട്ടുണ്ട്. 2600-700 വരയ്ക്കും ആവറേജ്. உங்களுக்கு ஒரு நல்ல ஒரு ஈல்டு இல்லைங்க? சரி, பக்கத்துல எல்லாம் சொல்லுங்க, நல்லா நெக்ஸ்ட் டைம் மீட்டிங்ல வைக்கலாம், எல்லாம் பண்ணலாம். சரி, தேங்க்ஸ். ஓகே, தேங்க்யூ.